പശ്ചിമബംഗാൾ നിയമസഭയിലേക്കുള്ള ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ റെക്കോർഡ് പോളിംഗ്. ഒടുവിൽ ലഭിക്കുന്ന കണക്ക് പ്രകാരം പോളിംഗ് 91.68% പിന്നിട്ടു. ബംഗാളിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണിത്. മുർഷിദാബാദ് അടക്കം ചിലയിടങ്ങളിൽ അക്രമ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തു. രാവിലെ 7 മണിയോടെ തന്നെ ഭൂരിഭാഗം പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിലും കാര്യമായ ക്യൂ ദൃശ്യമായിരുന്നു. പ്രമുഖർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. कलकत्ता फूड अच्छा है, पानी काम अच्छा, आदमी को अच्छा लगता है. केरला फूल अच्छा, कुल्ली का जास्ती रेट है. फूल मेहनत करके आया वोट देने के लिए. ओके, खूब मेहनत. അസൻസോളിൽ BJP സ്ഥാനാർത്ഥി അഗ്നിമിത്ര പോളിന്റെ കാറിന് നേരെ കല്ലേറുണ്ടായി. ചില്ലു തകർന്നു. കുമാർഗഞ്ച് നിയമസഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി സുവേന്ദു സർക്കാരിനെ TMC പ്രവർത്തകർ മർദ്ദിച്ചു. മുർഷിദാബാദിലെ ധോംകലിൽ CPM TMC പ്രവർത്തകർ ഏറ്റുമുട്ടി. മുർഷിദാബാദിൽ ഇന്നലെ രാത്രി അജ്ഞാതൻ പെട്രോൾ ബോംബ് എറിഞ്ഞിരുന്നു. ഒരു സ്ത്രീക്ക് പരിക്കേറ്റു. തൃണമൂൽ വിട്ട് രൂപീകരിച്ച AUP പാർട്ടിയുടെ നേതാവ് ഹുമയൂൺ കബീറിനെ സംഭവസ്ഥലത്തേക്ക് എത്തിയപ്പോൾ TMC പ്രവർത്തകർ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. മാൾഡയിൽ 60-കാരി ക്യൂവിൽ നിൽക്കവെ കുഴഞ്ഞു വീണ് മരിച്ചു. പുരുലിയയിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി നാട്ടുകാർ ഏറ്റുമുട്ടി. ഫിലിപ്പൈൻ, സ്വിറ്റ്സർലൻഡ്, ജോർജിയ തുടങ്ങി രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ തെരഞ്ഞെടുപ്പ് നേരിൽ കണ്ട് മനസ്സിലാക്കാൻ ചില ബൂത്തുകളിലേക്ക് എത്തി. ജാർഗ്രാമിൽ ഒരു പോളിംഗ് ബൂത്തിലേക്ക് ആന എത്തിയത് കുറച്ചു നേരത്തേക്ക് ആശങ്ക സൃഷ്ടിച്ചു. 16 ജില്ലകളിലായി 152 മണ്ഡലങ്ങളിലേക്കാണ് ജനം വിധിയെഴുതിയത്. SIR വലിയ തോതിൽ വോട്ട് വെട്ടിയ സംസ്ഥാനമാണ് ബംഗാൾ. ഒപ്പം ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നയിടവും വോട്ടിംഗ് ശതമാനം ഉയർന്നത് അനുകൂലമെന്ന് വാദിക്കാനാണ് തൃണമൂൽ കോൺഗ്രസും BJPയും ശ്രമിക്കുന്നത്. ബംഗാളിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.